അപ്പോൾ നമ്മളിപ്പം ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. മൂവിയുടെ പേരെന്താണ്? ജുറാസിക് വേൾഡ്. യെസ്. അപ്പോൾ നമ്മൾ റൈഡ് സ്കൂട്ടറിലാണ് വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ പാർക്കിംഗ് ലോട്ടിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നടക്കാനുള്ള ഇതാണ് നമ്മളിപ്പോൾ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പം ഫിലിം സ്റ്റാർ എന്നാണ് ഇവിടുത്തെ തിയേറ്ററിൻ്റെ പേര്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ എവിടെ നോക്കിയാലും ജുറാസിക് വേൾഡിൻ്റെ പോസ്റ്ററും വീഡിയോസൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സ്ക്രീനിൽ പോലും ജുറാസിക് വേൾഡിൻ്റെ ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം ഫിലിം സ്റ്റാറിൻ്റെ അടുത്തെത്തി. ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ നടക്കാൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുണ്ടായിരുന്ന കഥ, അതിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുന്നപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് അതിൻ്റെ ബിഹൈൻഡ് സ്റ്റോറി എന്നുള്ളത്. നമ്മൾ ഏകദേശം ഫിലിം സ്റ്റാറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കാണ്. അപ്പോൾ ഇതാണ് ഫിലിം സ്റ്റാറിൻ്റെ ഉള്ളിലത്തെ ഒരു വ്യൂ. നല്ല അടിപൊളി തിയേറ്ററാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഇതേപോലെ കയറി വരുന്നോടത്ത് തന്നെ നമ്മളെ ശോഭ സിറ്റിയിൽ ഐനോക്സിലൊക്കെ കാണുന്ന പോലെ തന്നെ കുറേ നല്ല വ്യൂ ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. കുറേ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടാവും. കുറേ ഒരു കഫറ്റീരിയ പോലെ ഉണ്ടാവും. പോപ്കോണിൻ്റെ ഏരിയ ഉണ്ടാവും. അത് പിന്നെ ഒരു ടോയ്ലറ്റ് സെക്ഷൻ ഉണ്ടാവും. കുറേ രീതിയിൽ നമുക്ക് ഇതേപോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ നടന്ന് മുകളിലത്തെ സ്ക്രീനിലോട്ടുള്ളത്, മുകളിലാണ് ഞങ്ങളുടെ തിയേറ്ററിൻ്റെ സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മുകളിലേക്ക് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത്. ഓൾറെഡി ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി ഫ്ലോർ തിയേറ്റർ 11 നമ്മൾ പോവാണ്. അപ്പോൾ സ്ക്രീൻ 11 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സ്ക്രീൻ 11 എൻ്റെ ബാക്കിലുണ്ട്. നമുക്ക് ഇതിലോട്ട് കയറാം. ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ സിനിമ തുടങ്ങും. അപ്പോൾ നമുക്ക് അതിന് മുന്നേ കയറാം. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് റിക്ലൈനർ സീറ്റിൻ്റെ ടിക്കറ്റായിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടെ ആദ്യമായിട്ടായിരുന്നു ഈ ഒരു റിക്ലൈനർ സീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് സ്വീഡനിൽ വന്നിട്ട് തന്നെ ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞങ്ങളത് ടെസ്റ്റ് അടിക്കുകയാണ്, എങ്ങനെയാണ് എന്താണ് അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു 6 മണിക്ക് തുടങ്ങേണ്ട ഒരു മൂവി ഒരു 6:05 ആകുമ്പോഴേക്കും സ്റ്റാർട്ടായി. അങ്ങനെ എൻ്റെ മ്യൂസിക്കോടുകൂടി ഫിലിം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മ്യൂസിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഫസ്റ്റത്തെ മൂവിയിലുണ്ടായിരുന്ന അതേ മ്യൂസിക് തന്നെയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഫിലിം മൊത്തം കണ്ടു. ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. 1993 ഫസ്റ്റത്തെ മൂവി വന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു കൊല്ലമാകുമ്പോഴേക്കും 32 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് 7 പടങ്ങളാണ് ഇറങ്ങിയിരിക്കുന്നത് ജുറാസിക് പാർക്കിൻ്റെ. അങ്ങനെ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് നമ്മൾ എംബ്രാൻ ബുക്ക് ചെയ്തിട്ട് എമ്പുരാൻ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു കാണാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ ദിവസം നമുക്ക് എന്തോ കാരണം കൊണ്ട് പോകാൻ പറ്റിയില്ല. നമ്മളത് എന്നിട്ട് പോസ്റ്റ്പോൺ ചെയ്തു. അത് കഴിഞ്ഞ് ആ പോസ്റ്റ്പോൺ ചെയ്ത ദിവസം നമ്മൾ നോക്കിയപ്പോഴും നമുക്ക് എന്തോ 1-2 കാരണങ്ങൾ കൊണ്ട്, ജോലി കാര്യങ്ങളൊക്കെ കൊണ്ട് പറ്റിയില്ല. ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതും നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് നമ്മൾ അവസാനം റീഫണ്ട് ചെയ്തിട്ടാണ് നമ്മൾ വേറൊരു ടിക്കറ്റ് നമ്മൾ എടുത്തത്. അപ്പോൾ ആ ടിക്കറ്റ് എടുത്തപ്പം നമുക്ക് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കാണാവുന്ന ഒരു ഓപ്ഷനിലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ ജുറാസിക് വേൾഡ് വന്നപ്പോൾ നമ്മളത് കാണാൻ പോകാനുള്ളൊരു നല്ല അവസരം കിട്ടി. അപ്പോൾ ഇന്ന് ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. കാരണം ചില ഡൈനോസറൊക്കെ കറക്റ്റ് നമ്മുടെ മേത്തേക്ക് തന്നെ വരുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ശരിക്കും ഒരു 3D ഫിലിം ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഓവറോൾ നമ്മൾ കണ്ടത് 3D അല്ല, പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല റിക്ലൈനർ സീറ്റൊക്കെ വെച്ചിട്ടുള്ള ഇതായിരുന്നു. സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. നല്ല ക്രൗഡുള്ള ആൾക്കാരുണ്ടായിരുന്നു. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്കോ? എങ്ങനത്തെ റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? ഒരു 3.5. 3.5. ഞാനൊരു 5-ൽ 4.5 കൊടുക്കും. കാരണം വെച്ചാൽ 0.5 കൊടുക്കാൻ കാരണം ഇൻ്റർവെൽ ഒന്നുമില്ല. അതായത് ഒരു 3 hour മൂവിയാണെങ്കിൽ ഫുൾ 3 hour നമ്മൾ അവിടെ തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഇടയിൽ
ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ബ്രേക്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അത് എനിക്കൊരു 0.5 ഞാൻ അവിടെ കുറയ്ക്കും. ബാക്കി എല്ലാതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല തിയേറ്റർ ആയിരുന്നു. നമ്മൾ കറക്റ്റ് അത് സെൻറ്ററിൽ തന്നെ നമുക്ക് അറേഞ്ച്മെൻറ്റ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കിട്ടുമ്പോൾ നൈസായിരുന്നു. അങ്ങനെ നമ്മൾ ജുറാസിക് വേൾഡ് റീബർത്ത് അങ്ങനെയാണ് നമ്മൾ സ്വീഡനിൽ ആദ്യമായി കണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ബൈ.